ആദ്യം എൻ്റെ ടീം ബ്രസീൽ പുറത്തായി, പിന്നെ എൻ്റെ പോർച്ചുഗലും പോയി, പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത ഫ്രാൻസ് പോയി. വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്തു, അതും സ്വാഹ. ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കുഴപ്പമാണോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? സ്പെയിനെ സപ്പോർട്ട് ചെയ്യേ? അല്ല, ഇനി അവരും കൂടെ അല്ലേ ഉള്ളൂ, അവരെ കൂടി സപ്പോർട്ട് ചെയ്തരങ്ങ്. അത്ര വലിയ അഹങ്കാരമൊന്നും വേണ്ട. റെഫറിയുടെയും ഫിഫയുടെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആർക്കും കപ്പടിക്കാം. അപ്പൊ ശരിക്കും അർജന്റീനക്ക് സപ്പോർട്ട് ഉണ്ടോ? പിന്നെ പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറയടാ. പുതിയത് കഴിഞ്ഞ കളികളെല്ലാം നോക്കാൻ നിർത്തി അർജന്റീന എപ്പോഴാണ് ജയിച്ചേക്കുന്നത്? ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിയുമ്പോൾ, എപ്പോഴത്തെ ഏറ്റവും ലാസ്റ്റത്തെ ബ്രേക്ക് കഴിയുമ്പോൾ അതുവരെ തുഴഞ്ഞു നിൽക്കുന്നവര് അത് കഴിയുമ്പോൾ ഒരു ഏറ്റമാണ്. അത് ഈ ഡ്രിങ്ക്സിന്റെ സമയത്ത് വെള്ളത്തിൽ പ്രോട്ടീനോ മറ്റോ ഒക്കെ കൂടുതൽ ബൂസ്റ്റിംഗ് പവർ കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ കലക്കി കൊടുത്തിട്ടാണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പോ അത് അന്വേഷിക്കാൻ പോയാൽ അറിയാം എങ്ങനെയാ ഇതുവരെ ജയിച്ചു വന്നേന്നൊക്കെ. ഇത് സംശയമല്ല, രോദനം, തോറ്റവരുടെ രോദനം. ചായ കുടിച്ചുകൊണ്ടേ ചർച്ച ചെയ്താലേ ടീം ജയിക്കൊന്നും ഇല്ല. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. അതെ, മെസ്സിയും പിള്ളേരും നല്ല വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കപ്പ് മെസ്സി അടിക്കും. ഇപ്പൊ കിട്ടും. ഇപ്പം കിട്ടില്ല, ഫൈനലിന്റെ അന്നേ കപ്പ് കിട്ടും. കാണാം. മെസ്സി കപ്പ് അടിക്കാൻ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. ഞങ്ങളുടെ സ്പെയിൻ തന്നെ കപ്പടിക്കും. ഞങ്ങളുടെ സ്പെയിനോ? എന്നുമാണ് ബ്രസീൽ സ്പെയിൻ ആയത്? അത് പിന്നെ ചില തെറ്റായ തീരുമാനം കൊണ്ട് ബ്രസീലും പോർച്ചുഗലും പുറത്തായി. മര്യാദയ്ക്ക് കളിക്കാഞ്ഞിട്ടല്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് ഞങ്ങള് സ്പെയിൻ സപ്പോർട്ടേഴ്സായി. നാണമില്ലേടാ മോനെ, മാറി ദിവസം ഈ ടീം മാറാനേ. എന്നാ പറഞ്ഞേ? ഓ മോളെ, നാണയം വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുമായിരുന്നു. ഉണ്ടെങ്കിലേ തലയ്ക്കൊഴിഞ്ഞേ അമ്പലത്തിടാമെങ്കിലേ ആ തോൽവിയുടെ പ്രയാസം അങ്ങ് കുറയുമല്ലോ. എന്തായാലും ചായ കൂടിയും ചർച്ചയും തുടരട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. വാമോസ് അർജന്റീന. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലടി. എന്തെങ്കിലും ചെയ്ത് ഇവന്മാരെ ഫൈനലിൽ തോൽപ്പിച്ചേ പറ്റൂ. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? സ്പെയിൻ തന്നെ വിചാരിക്കണ്ടേ? അവന്മാരെ കൊണ്ട് വല്ല നടക്കുന്നു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇതിനും വലിയവന്മാർ വന്നിട്ട് കടന്നിട്ടില്ല. നമ്മളെ കൊണ്ട് ഇതിന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അതിനൊരു വഴിയുണ്ട്. എന്തു വഴി? കൂടോത്രം.